വെൽക്കം ഓൾ എല്ലാവർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോസിറ്റീവ് ക്ലാമ്പിംഗ് അറ്റ് 0 വോൾട്ട് എന്നുള്ള എക്സ്പെരിമെൻ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായി പോകുന്നത്. പോസിറ്റീവ് ക്ലാമ്പിങ്ങിൻ്റെ സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. 20 VPP 1 കിലോ ഹെർട്സ് ഉള്ളൊരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യണം. ഇൻപുട്ട് സിഗ്നൽ വരച്ചിട്ടുണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 20 VPP ഉള്ള സിഗ്നലാണ്. ഒരു പീക്ക് എന്ന് പറഞ്ഞാൽ 10 വോൾട്ടും അടുത്ത പീക്ക് എന്ന് പറഞ്ഞാൽ -10 വോൾട്ടും ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ട് 1 വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഗ്രാഫ് എന്ന് പറയുന്നത് 0-യിൽ നിന്ന് നമുക്ക് 9.4 ഒരു DC ലൈൻ കാണുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് കൊടുത്തിട്ടുള്ള ബാക്കി ഇൻപുട്ട് സിഗ്നലും കൂടി ആഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ ക്യാരിയും വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ പാർട്ട് 1 കണ്ടു നോക്കുക, എന്നാലായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ ഒരു കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് പോസിറ്റീവ് സൈഡ് നമ്മൾ നോക്കുക. നെഗറ്റീവ് സൈഡ് നമുക്ക് അതിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫസ്റ്റായിട്ടും പോസിറ്റീവ് അടുത്ത ഒരു പോയിന്റിലോട്ടും വയ്ക്കുന്നു. ഇനി ആ പോസിറ്റീവ് ഇരിക്കുന്ന ആ ഒരു വെർട്ടിക്കലായിട്ടുള്ള 5 പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ കാണുന്നത് പോലെ ഡയോഡിൻ്റെ നെഗറ്റീവ് പ്ലേസ് ചെയ്യാം. ഡയോഡിൻ്റെ നെഗറ്റീവ് ഏതൊക്കെയാണെന്ന് നമ്മൾ ക്ലിപ്പർ പറഞ്ഞപ്പോൾ പറഞ്ഞു. ആ വൈറ്റ് റിങ്ങുള്ള പോർഷനാണ് ഡയോഡിൻ്റെ നെഗറ്റീവ്. സോ ഡയോഡിൻ്റെ നെഗറ്റീവ് ഏതാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് നോക്കുക. ആ വൈറ്റ് റിങ് ഉള്ളതാണ് ഡയോഡിൻ്റെ കാഥോഡ് എന്ന് പറയുന്നത്. ആ ഒരു പോർഷൻ നമുക്ക് എവിടെയാണ് കണക്ഷൻ വരേണ്ടത്? കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗിലോട്ടാണ് വരേണ്ടത്. പോസിറ്റീവ് ഇരിക്കുന്ന ആ വെർട്ടിക്കലായിട്ടുള്ള 5 പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ നമുക്ക് ആ ഒരു ഡയോഡിന് കിട്ടും. ഇനി അതിൻ്റെ പോസിറ്റീവ് ലെഗ് വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് പ്ലേസ് ചെയ്യുക. ഞാനിപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള പോയിന്റിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ അതിനെ പ്ലേസ് ചെയ്യാം. ഇനി ഇൻപുട്ട് സിഗ്നൽ നമുക്ക് കൊടുക്കണം. ഇൻപുട്ട് സിഗ്നൽ എവിടെ നിന്നാണ് കൊടുക്കേണ്ടത്? സിഗ്നൽ ജനറേറ്ററിൽ നിന്നാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് നമുക്ക് കൊടുക്കേണ്ടത് ഒരു 20 VPP ഉള്ള 1 കിലോ ഹെർട്സ് ഉള്ള ഒരു സൈൻ വേവ് ആണ്. സൈൻ വേവ് ആണ്, 1 കിലോ ഹെർട്സ് ആണെന്ന് അറിയാം, പക്ഷെ നമുക്ക് VPP അറിയില്ല. സോ ഔട്ട്പുട്ട് ആ സിഗ്നൽ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് പ്രോബിൽ നിന്നും ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നും ഒരു BNC കേബിൾ കണക്ട് ചെയ്യുക. അത് നമുക്ക് CROയുടെ ചാനൽ 1-ൽ കൊടുക്കാം. സോ ചാനൽ 1-ൽ കൊടുക്കുന്നത് ഏതാണ്? സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് വരുന്ന ഇൻപുട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായി കൊടുക്കുകയാണ്. അതിൽ നിന്ന് വരുന്നത് 20 VPP ഉള്ള സിഗ്നൽ ആണോ എന്ന് നമുക്കറിയണം. സോ സിഗ്നൽ ജനറേറ്ററിൻ്റെ പോസിറ്റീവും അതുപോലെ DSOയുടെ പോസിറ്റീവും കൂടി നമുക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. എന്നാലായിരിക്കും നമുക്ക് അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകുക. സോ 2 പ്രോബും, സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് വരുന്ന പ്രോബും DSOയിൽ നിന്ന് വരുന്ന പ്രോബും നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുന്നു. പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ കാണാനായി പറ്റുന്നുണ്ട്. ചാനൽ 1-ലാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത്. അപ്പോൾ VPP 9 സംതിങ് ആണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് എത്ര VPP കൊടുക്കാനാണ്? 20 VPP കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ 20 VPP നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? സിഗ്നൽ ജനറേറ്ററിൽ നിന്നാണ്. ആ ഒരു ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്താലാണ് നമുക്ക് 20 VPP സിഗ്നൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലാതെ DSOയുടെ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 20 VPP കിട്ടില്ല. സിഗ്നൽ ജനറേറ്ററിൽ നിന്നാണ് നമുക്ക് സിഗ്നൽ വരുന്നത്. സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലാണ് VPPയിൽ വ്യത്യാസം വരുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് നോബ് പതിയെ വേരി ചെയ്ത് VPP എത്രയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക? 20 VPP ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. പീക്ക് ടു പീക്ക് വോൾട്ടേജ് 20 വോൾട്ട്. അതായത് ഒരു പീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പീക്ക് 10 ആയിരിക്കും, അടുത്ത പീക്കും 10 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സെറ്റ് ചെയ്ത് നോക്കി. ഇൻപുട്ട് സെറ്റ് ചെയ്താൽ പോരാ, അതെവിടെ കൊടുക്കണം? കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലോട്ടാണ് ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്യേണ്ടത്. സോ ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് പ്രോബ്, സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് വരുന്ന പ്രോബ് എവിടെ കണക്ട് ചെയ്യണം? കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ അത് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടി സിഗ്നൽ ജനറേറ്റർ DSOയിലും കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പോസിറ്റീവ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിൽ കണക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പ്രോബിൻ്റെ നെഗറ്റീവ് എങ്ങോട്ടാണ് പോവേണ്ടത്? ഡയോഡിൻ്റെ
പോസിറ്റീവിലോട്ടാണ് പോകേണ്ടത്. ഡയോഡിൻ്റെ പോസിറ്റീവ് ഓൾറെഡി നമ്മൾ ഹൊറിസോണ്ടലായിട്ടുള്ളൊരു പോയിന്റിൽ വച്ചിട്ടുണ്ട്. നമ്മൾ ഹൊറിസോണ്ടൽ കണക്ഷൻ എങ്ങനെയാണെന്ന് നേരത്തെ ബ്രെഡ് ബോർഡ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ മേളിൽ വരുന്ന ഹൊറിസോണ്ടലായിട്ടുള്ള ആദ്യത്തെ 5 ബ്ലോക്സിൻ്റെ ലൈൻ എല്ലാം എന്താണ്, ഷോർട്ടഡ് ആണ്. സോ അവിടെ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബിൻ്റെ നെഗറ്റീവ് ടെർമിനൽ കൊടുക്കാം. അതായത് DSOയുടെയും സിഗ്നൽ ജനറേറ്ററിൻ്റെയും രണ്ടിൻ്റെയും നെഗറ്റീവ് ടെർമിനൽ എവിടെയാണ് ഇരിക്കുന്നത്, ആ ഒരു പോയിന്റിലും പോസിറ്റീവ് എന്താണ്, സിഗ്നൽ ജനറേറ്ററിൻ്റെ ആയാലും DSOയുടെ ആയാലും എവിടെയാണ് ഇരിക്കുന്നത്, കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലുമാണ് പ്ലേസ് ചെയ്തത്. ഇനി ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ചാനലിൽ നിന്ന്, DSOയുടെ സെക്കൻഡ് ചാനലിൽ നിന്ന് ഔട്ട്പുട്ട് പ്രോബ് എടുത്തിട്ട് പോസിറ്റീവ് എവിടെ കണക്ട് ചെയ്യണം, ആ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം ഡയോഡിൻ്റെ പോസിറ്റീവിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, നെഗറ്റീവ് ആ ഒരു ഡയോഡിൻ്റെ നെഗറ്റീവിലേക്കും, പോസിറ്റീവിലേക്കും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും വന്നിട്ടുണ്ട്. ഈ ഒരു വേവ് ഫോം കണ്ടു കഴിഞ്ഞാൽ ഇത് ഷിഫ്റ്റിംഗ് ആയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. സോ അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സിഗ്നലിൻ്റെയും വോൾട്സ് പെർ ഡിവിഷൻ നോബ് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് താഴെ അത് എഴുതി കാണിക്കും എത്ര വോൾട്ടിലാണ് ഇത് ഇട്ടേക്കുന്നതെന്നുള്ളത്. സോ രണ്ട് സിഗ്നലിൻ്റെയും വോൾട്സ് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് സെയിം വോൾട്ടിലാക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത്, നോബ് യൂസ് ചെയ്ത് റോൾ ചെയ്ത് രണ്ട് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം, സെയിം പൊസിഷനിൽ കൊണ്ടുവന്ന് മെർജ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ചാനൽ 2വിലാണ് നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്നത്. സോ ചാനൽ 2വിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുക. കപ്ലിംഗ് കാണിക്കുന്നുണ്ട്. കപ്ലിംഗ് ഇപ്പോൾ AC-യിലാണ് കിടക്കുന്നത്. നമുക്ക് അതിനെ മാറ്റി ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് DC കപ്ലിംഗ് കിട്ടുന്നുണ്ട്. DC-യിലാക്കിയതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ വേവ് ഫോം ഇൻപുട്ട് നിന്നിടത്ത് നിന്ന് ക്ലാമ്പ് ചെയ്ത് പോയതായിട്ട് നമുക്ക് കാണാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്രയാണ് ക്ലാമ്പ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞത്. 9.4 ആയിരിക്കും ക്ലാമ്പ് ചെയ്ത് പോകുന്നത്. അതായത് ഈ ബ്ലൂ ആണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ആ ഒരു ബ്ലൂ സിഗ്നൽ എത്ര വോൾട്ട് ക്ലാമ്പ് ചെയ്ത് പോയി എന്ന് നോക്കാം. ഗ്രൗണ്ട് ലൈനിൽ നിന്ന് 9.4 ക്ലാമ്പ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു വേവ് ഫോം വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു ക്ലാമ്പിംഗ് നടന്നത്. ഇനി ആ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ താഴേക്ക് -0.6 വന്നേക്കുന്നതും കാണാനായിട്ട് പറ്റും. സോ നമ്മളിതൊരു നോക്കുമ്പോൾ നമ്മൾ 5 വോൾട്സ് പെർ ഡിവിഷനിലാണ് ഇട്ടേക്കുന്നത്. ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓൾമോസ്റ്റ് ഒരു 2 ഡിവിഷൻ എത്താറാകുമ്പോഴാണ് ആ ഒരു സൈൻ വേവ് പോയിരിക്കുന്നത് കാണുന്നത്. താഴേക്ക് നമുക്കൊരു 0.6 ക്ലാമ്പിങ്ങും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാമ്പിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. രണ്ട് സിഗ്നലും മെർജ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ചാനൽ 2 പ്രസ് ചെയ്ത് അതിൻ്റെ കപ്ലിംഗ് മാറ്റി DC-യിലേക്ക് ഇടുമ്പോൾ ആ ഒരു സിഗ്നൽ നമ്മൾ പറഞ്ഞ ഡിസൈഡ് ആ ഒരു വോൾട്ടേജ് ലെവലിലേക്ക് ക്ലാമ്പ് ചെയ്ത് പോകുന്നത് കാണാം. വോൾട്സ് പെർ ഡിവിഷൻ എണ്ണി നോക്കി ആ ഒരു ക്ലാമ്പിംഗ് പൊസിഷൻ മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം നമുക്ക് കാണാനായി പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ ക്യാര നോക്കുന്നതിനായിട്ട് ഈ ഒരു മെനു ബട്ടൺ പ്രസ് ചെയ്യുക. ടൈംസ് പെർ ഡിവിഷൻ്റെ മേലുള്ള മെനു ബട്ടൺ പ്രസ് ചെയ്ത് XYയിലേക്ക് ഇടുമ്പോഴത്തേക്കും ഈ ഒരു ക്ലാമ്പിങ് നമുക്ക് കാണാൻ പറ്റും. 0-ൽ നിന്ന് 9.4 ആണ് ആ ഒരു സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് 19.4ലേക്ക് ആ ഒരു പീക്ക് പോയിട്ടുണ്ട്. അതുപോലെ താഴേക്ക് 0.6 എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാമ്പിംഗ് സർക്യൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഡിവിഷൻ നമുക്ക് അടുത്ത് സൂം ചെയ്ത് പിടിച്ച് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വോൾട്സ് പെർ ഡിവിഷൻ എത്രയിലാണോ ഇട്ടേക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൗണ്ടിങ് നോക്കുന്നത്. സെൽസ് എണ്ണിയിട്ട് ആ ഒരു ഡിവിഷൻ എണ്ണി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 5 വോൾട്സ് പെർ ഡിവിഷനിലാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഒരു ഫുൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ക്യാര ഇങ്ങനെയാണ് നോക്കുന്നത്. എക്സാമിനാണെങ്കിൽ ട്രാൻസ്ഫർ ക്യാരയിൽ നിന്നായിരിക്കും സർക്യൂട്ടിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെയിൻ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ക്ലാമ്പർ സർക്യൂട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.